അനുദിന വിശുദ്ധർ ഓഗസ്റ്റ് 8 വിശുദ്ധ ഡൊമിനിക്. 1175 സ്പെയിനിലെ കാസ്റ്റിലയിലെ പ്രസിദ്ധമായ ഗുസ്മാൻ കുടുംബത്തിലാണ് ഡൊമിനിക് ജനിച്ചത്. ഓസ്മായിലെ ഒരു കാനോൻ റെഗുലറായിരുന്ന ഡൊമിനിക് പിന്നീട് ഡൊമിനിക്കൻ സന്യാസ സഭ സ്ഥാപിക്കുകയുണ്ടായി. 1216 ലോകപ്രശസ്തമായ ഈ സഭയ്ക്ക് അംഗീകാരം ലഭിക്കുന്നത്. ഫ്രാൻസിസ്കൻ സഭയോടൊപ്പം മധ്യകാലഘട്ടങ്ങളിലെ അതിശക്തമായ ഒരു സഭയായി വളർന്ന ഈ സഭ വിശുദ്ധ വിൻസെൻ്റ് ഫെറർ അടക്കമുള്ള നിരവധി മഹാരഥന്മാരായ സുവിശേഷകരെ തിരുസഭയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. സന്യാസപരമായ ദാരിദ്ര്യത്തിലൂടെയും ദൈവവചനത്തിൻ്റെ പ്രബോധനം വഴിയും ഈ സുവിശേഷകർ നിരവധി ആളുകളെ ക്രിസ്തുവുമായി അടുപ്പിച്ചു. സമകാലികരായ വിശുദ്ധ ഡൊമിനിക്കും വിശുദ്ധ ഫ്രാൻസിസും തങ്ങളുടെ ആത്മീയമായ വ്യക്തിത്വങ്ങളാലും തങ്ങളുടെ ആത്മീയ സ്ഥാപനങ്ങൾ വഴിയും മതപരമായ ഒരു നവചൈതന്യം കൈവരുത്തി. വിശുദ്ധ ഡൊമിനിക്കിൻ്റെ എളിമയും ചിന്തയുടെ വ്യക്തതയും കത്തിജ്വലിക്കുന്ന ആവേശവും ഡൊമിനിക്കൻ സഭയുടെ പൈതൃകമായി തീർന്നു. 1214 പരിശുദ്ധ അമ്മ വിശുദ്ധ ഡൊമിനിക്ക് വഴിയായിട്ടാണ് ജപമാല നമുക്ക് നൽകിയത്. വിശുദ്ധനെപ്പറ്റി ഐതിഹ്യപരമായിട്ടുള്ള കഥ നിലവിലുണ്ട്. ഗർഭിണിയായിരിക്കുമ്പോൾ ഡൊമിനിക്കിൻ്റെ മാതാവ് ഒരു സ്വപ്നം കണ്ടു. തൻ്റെ പുല്ലുകൾക്കിടയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പന്തം പിടിച്ചിരിക്കുന്ന ഒരു നായ്ക്കുട്ടിയെയാണ് താൻ ഉദരത്തിൽ വഹിക്കുന്നതെന്നും അതിന് ജന്മം നൽകിയപ്പോൾ അത് ഈ ലോകം മുഴുവൻ അഗ്നിക്കിരയാക്കി എന്നുമായിരുന്നു അവൾ കണ്ട സ്വപ്നത്തിൻ്റെ സാരം. തൻ്റെ പ്രഘോഷണങ്ങൾ വഴിയും തൻ്റെ വിശുദ്ധമായ മാതൃക വഴിയും നിരവധി രാഷ്ട്രങ്ങളെ ക്രിസ്തീയ നന്മയുടെ പ്രകാശത്തിൽ ജ്വലിപ്പിക്കുവാനിരിക്കുന്ന ഡൊമിനിക്കിനെയാണ് ഈ സ്വപ്നം മുൻകൂട്ടി വെളിപ്പെടുത്തിയത്. 12ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ഫ്രാൻസിലെ കത്തോലിക്ക സഭയെ പിടിച്ചുലച്ച സാമൂഹ്യ തിന്മയും ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെ ഉയർന്നിരുന്ന അൽബിജേനിയൻ മതവിരുദ്ധ വാദത്തെ ശക്തിയായി പ്രതിരോധിക്കുകയും പാശ്ചാത്യ ക്രിസ്തീയതയുടെ പുനരുദ്ധാരണത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത സ്പാനിഷ് വൈദികനും താപസനുമായിരുന്നു വിശുദ്ധ ഡൊമിനിക് ഗുസ്മാൻ. ഏതാണ്ട് 1215 വിശുദ്ധ ഡൊമിനിക്കാണ് ദി ഓർഡർ ഓഫ് ഫ്രിയാർഡ് പ്രീച്ചേഴ്സ് എന്ന സന്യാസി സഭ സ്ഥാപിച്ചത്. സിസ്റ്റേഴ്സ്യൻ സന്യാസിമാരിൽ നിന്നും വിഭിന്നമായി ശാരീരികമായ പ്രയത്നങ്ങൾക്ക് പകരം വചനപ്രഘോഷണവും അധ്യാപനവുമായി കഴിയുവാനാണ് തൻ്റെ സന്യാസിമാരെ വിശുദ്ധൻ ഉപദേശിച്ചത്. രക്തസാക്ഷി പട്ടികയിലെ വിവരണമനുസരിച്ച് ബൊളോണയിലെ ദിവ്യനായ കുമ്പസാരക്കാരനും ഒരു പണ്ഡിതനും പ്രീച്ചേഴ്സ് സഭയുടെ സ്ഥാപകനുമായിരുന്നു ഡൊമിനിക്. തൻ്റെ വിശുദ്ധി ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുകയും മരിച്ചു പോകുന്നതിന് മുമ്പ് 3 പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള ദൈവാനുഗ്രഹം ലഭിച്ചിരുന്നവനും ആയിട്ട് വിശുദ്ധനെ വിശേഷിപ്പിക്കുന്നു. അതായത് മരിച്ചവരിൽ നിന്ന് 3 പേരെ ഉയർപ്പിച്ചവനാണ് വിശുദ്ധ ഡൊമിനിക് എന്ന് സാരം. തൻ്റെ വാക്കുകൾ കൊണ്ട് മതവിരുദ്ധതയെ അതിൻ്റെ മുളയിലെ തന്നെ നശിപ്പിക്കുവാനും നിരവധി പേരെ ഭക്തിയിലേക്കും ആത്മീയ ജീവിതത്തിലേക്കും തിരികെ കൊണ്ടുവരുവാനും വിശുദ്ധന് സാധിച്ചു. 1221 ഓഗസ്റ്റ് 6 ബൊളോണയിൽ വെച്ചാണ് വിശുദ്ധൻ മരണപ്പെടുന്നത്. 3 വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധൻ്റെ സുഹൃത്തു കൂടിയായിരുന്ന ഗ്രിഗറി 9 വിശുദ്ധ ഡൊമിനിക്കിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.